വേദങ്ങളിൽ വിഷ്ണു സൂര്യനാണ് എന്ന് കഴിഞ്ഞ വാരം പ്രതിപാദിച്ചിരുന്നു. അതുപോലെ തന്നെ തൈത്തരീയ സംഹിത പ്രകാരം വിഷ്ണുവിൻ്റെ ശക്തിയായ ലക്ഷ്മി സൂര്യൻ്റെ പത്നിയാണത്രേ. പക്ഷേ അതിലെ ശ്രീയും ലക്ഷ്മിയും രണ്ടാണ്. എന്നാൽ രണ്ടുപേരും സൂര്യപത്നിമാർ തന്നെയാണ്. പുരാണങ്ങളിലെ വിഷ്ണു ഭഗവാനുമുണ്ട് രണ്ട് ഭാര്യമാർ, ലക്ഷ്മി ദേവിയും ഭൂമിദേവിയും. പ്രജാപതിമാരിൽപ്പെട്ട ഭൃഗുവിൻ്റെ പുത്രിയായും ശ്രീയെ പുരാണങ്ങൾ വിവരിക്കുന്നുണ്ട്. ആ സ്ത്രീയാണത്രേ വിഷ്ണുപത്നിയായ ലക്ഷ്മിയും ശിവപത്നിയായ ഗൗരിയും ബ്രഹ്മപത്നിയായ സരസ്വതിയും. ബ്രഹ്മാദി ത്രിമൂർത്തികളിൽ എന്ന പോലെ തന്നെ അവരുടെ ശക്തിമാരും അവിഭിന്നാത്മാക്കളാണെന്നാണ് ഋഷിമാരുടെ അഭിപ്രായം. ലക്ഷ്മിയുടെ ഇരിപ്പിടമായ പത്മം ജ്ഞാനത്തെ അഥവാ അറിവിനെയാണത്രേ സൂചിപ്പിക്കുന്നത്. പുരാതന ശില്പകലയിൽ വിഷ്ണുവിനെ വിഷ്ണുലക്ഷ്മിമാർ ഒന്നിച്ചുകൂടി വെള്ളത്തിൽ പരന്നു കിടക്കുന്ന താമര ഇലയുടെ മേലെ നിൽക്കുന്ന നിലയിൽ ചിത്രീകരിച്ചിട്ടുണ്ട് എന്നും ആ താമര പ്രത്യക്ഷീഭവിക്കുന്ന ജലപ്പരപ്പ് അർദ്ധചന്ദ്രാകാരത്തിൽ സ്വസ്തികയിലൂടെ പ്രവഹിക്കുന്നു എന്നും ഈ സ്വസ്തിക മനുഷ്യോൽപത്തിയെ രൂപീകരിക്കുന്നു എന്നും ബ്ലവാട്സ്കി പറയുന്നു. പല അവതാരങ്ങളും കൈക്കൊണ്ടിട്ടുള്ള മഹാവിഷ്ണുവും യഹൂദന്മാരുടെ മെസ്സയും ഒന്നാണെന്ന് തന്നെ പറയാം. കാബലക്കാരുടെ ആഡം കാഡ്മൻ വിഷ്ണുവിനോട് സാദൃശ്യം വഹിക്കുന്നുണ്ട്. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതികൾ നടത്തുന്ന ലക്ഷ്മി ദേവിയും ഗ്രീസുകാരുടെ വീനസും ഒന്നാണെന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. പാലാഴി മദന സമയത്താണല്ലോ മഹാലക്ഷ്മി ദേവിയുടെ ഉദ്ഭവം. ലക്ഷ്മി ദേവിയെ പോലെ തന്നെ വീനസും കടൽപതയിൽ നിന്നുമാണത്രേ ഉണ്ടായിരിക്കുന്നത്. പെറുവിലെ വിരക്കോജ എന്ന പ്രധാന ദേവതയുടെ പേരിൻ്റെയും ധാത്വർത്ഥം കടലിലെ പദ എന്നാണത്രേ. ഭാരതത്തിലെ പുരാണ ഇതിഹാസങ്ങളിലെ ചില കഥാപാത്രങ്ങൾ മറ്റു ചില രാജ്യങ്ങളിലെ ഇതിഹാസ പുരുഷന്മാരുമായി ഏറെ സാമ്യമുണ്ട് എന്ന് കാണാറുണ്ട്. ഫ്രാൻസിലെ പ്രസിദ്ധ തത്വജ്ഞാനിയായ യൂജിൻ ബെർണോഫ് അദ്ദേഹത്തിൻ്റെ ജനതയോട് പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കേണ്ടത് അത്യാവശ്യമാണ്. അദ്ദേഹം അവരോട് പറയുകയാണ്, നാം ഒരു കാലത്തിൽ മനസ്സിലാക്കും, നമ്മുടെ എല്ലാ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഇന്ത്യയുടെ ചരിത്രത്തിൽ നിന്നും ദൂരസഞ്ചാരത്താലും കെട്ടുകഥ സങ്കലനത്താലും വൈകൃതപ്പെട്ടതിന് ശേഷം കണ്ടുകിട്ടിയതാണ് എന്ന്. ഈ അഭിപ്രായത്തെ കോൾബ്രൂക്ക്, ഇർമാൻ, കിങ്, ജക്കോളിയറ്റ് തുടങ്ങി മറ്റു പലരും പിന്താങ്ങിയിട്ടുമുണ്ട്. നോക്കൂ, നമ്മുടെ പുരാണ ഇതിഹാസങ്ങളെപ്പറ്റി നമ്മളിൽ പലർക്കും മതിപ്പില്ല. പക്ഷേ അതിൻ്റെ ആഴവും പരപ്പും അതിവിസ്തൃതമാണ്. പുരാണപ്രകാരം ലക്ഷ്മി ദേവി കാമദേവന്റെ അമ്മയാണ്. പ്രവൃത്തി മാർഗത്തിൽ ഉദ്യുക്തമായ മനസ്സ് കാമത്തിന് അധീനമാണ്. അത് സുഖം എന്നുള്ള അനുഭവത്തിന് വേണ്ടി നിരന്തരം യുദ്ധം ചെയ്യുന്നു. നിവൃത്തി മാർഗസ്ഥാനമായ മനസ്സാകട്ടെ കാമത്തോട് യുദ്ധം വെട്ടുന്നു. കാമചോദിതമായ സുഖാന്വേഷണം ദുഃഖത്തെയാണ് സമ്പാദിക്കുക എന്നുള്ളതായ വാസ്തവം നിവൃത്തി മാർഗസ്ഥന് ബോധ്യപ്പെടും. കാമത്തെ യുദ്ധം വെട്ടി നശിപ്പിക്കുന്നതിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ടതായ ഇച്ഛ വ്യക്തീഭവിക്കുന്നു. ഇത് ലക്ഷ്മി ദേവിയുടെയും വിഷ്ണുവിൻ്റെയും സന്താനമാണെന്ന് പറയപ്പെട്ടു. ഇങ്ങനെ കാമത്താൽ നിയന്ത്രിക്കപ്പെടാതെയും കാമത്തോട് യുദ്ധം വെട്ടുന്നതുമായുള്ള ശുദ്ധ മനസ്സ് വിഷയാനുഭവങ്ങളിൽ നിന്നും വേർപെട്ട് ആത്മാനാത്മ വിവേകത്തിൽ ബദ്ധശ്രദ്ധമാകുന്നു. ഈ പരിണാമ വിശേഷത്തിൽ നിന്നും ജ്ഞാനം അഥവാ അറിവ് ഉദ്ഭവിക്കും. ഈ ജ്ഞാനത്തെ ആത്മാർപ്പണം ചെയ്യുന്നത് മുക്തി സാധകമാണെന്നാണ് പറയപ്പെടുന്നത്. ഇത്തരം ഉത്കൃഷ്ട സ്ഥാനത്തെത്തിയ ജീവനെ പറ്റിയാണ് ബൃഹദാരണ്യകോപനിഷത്ത് യസ്തു വിജ്ഞാനവാൻ ഭവതി സ മനസ്ക സദാ ശുചി സതു തൽപദമാപ്നോതി യസ്മാത് ഭൂയോ ന ജായതേ എന്ന് വർണ്ണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം, ആരാണോ വിജ്ഞാനിയും മനസ്വിയും എപ്പോഴും വിശുദ്ധനുമായിരിക്കുന്നത് ആ വ്യക്തി പിന്നീട് പിറവിയുണ്ടാകാത്ത സ്ഥിതിയെ പ്രാപിക്കുന്നു, മോക്ഷപ്രാപ്തി ലഭിക്കുന്നു എന്ന് ചുരുക്കം. പ്രളയകാലത്തിൽ 3 മാത്രമേ നാശം അടയാതിരിക്കുകയുള്ളൂ: കാലവും പ്രകൃതിയും പുരുഷനും. ഈ 3 കാലത്തിനെയാണ് വിഷ്ണു മഞ്ചമായുള്ള സർപ്പം സൂചിപ്പിക്കുന്നത്. വിഷ്ണുവിൻ്റെ സർപ്പശയനത്തിന് അനന്തനെന്നും ശേഷനെന്നും പേരുണ്ട്. പ്രളയത്തിൽ പ്രപഞ്ചം മുഴുവനും ഉൾവലിയപ്പെട്ടിരിക്കുമ്പോൾ അതിനെ ഈശ്വരനിലേക്ക് വലിപ്പിച്ച കാലം അനശ്വരമായി ശേഷിക്കുന്നു.
ഈ അനശ്വരത്വം തന്നെയാണ് ശേഷൻ. ബാക്കി എന്ന് അർത്ഥമുള്ളതായിരിക്കുന്ന ശേഷസർപ്പം ദിക്കിനെ, ദേശകാലായനങ്ങളിലെ ദേശത്തിനെ കുറിക്കുന്നു. സർവവും അനന്തമായതുകൊണ്ട് ദിക്കും അനന്തമായി കഴിയൂ. ഒരു ബ്രഹ്മാണ്ഡം നിൽക്കുന്നതോ നിന്നിരുന്നതോ ആയ ദേശവിഭാഗത്തിൽ അത് അത്യാവശ്യം വേണ്ടതിനെ മാത്രമേ ഉപയോഗപ്പെടുത്തിയിരിക്കൂ. ബാക്കി ഒഴിവിടമായി കിടക്കും. ആ ഒഴിവിടമാണ് ശേഷൻ. ആ ശേഷനുമീതെ, ആ ശേഷസർപ്പത്തിനുമീതെ മഹാവിഷ്ണു കിടന്നുറങ്ങുന്നു എന്ന് വെച്ചാൽ സ്വപ്നം കാണുന്നു, അവതാരണം ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു എന്നെല്ലാം പറയാം. ഒരു ലോകത്തിൽ ക്രിയാശീലം പ്രവർത്തിക്കുമ്പോൾ മറ്റൊരു ലോകത്തിൽ വിശ്രമം നിലകൊള്ളുന്നുണ്ടാകും. ജീവാത്മാവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഉപാധികൾ ക്ഷയിച്ചു പോകുന്നു. സ്ഥൂല ശരീരം നിദ്ര കൊള്ളുമ്പോൾ, അതായത് ഉറങ്ങുമ്പോൾ, ജീവാത്മാവ് സൂക്ഷ്മ ശരീരത്തിനെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നു. പാൽക്കടലിൽ പള്ളികൊള്ളുമ്പോൾ തന്നെ വിഷ്ണു ഭഗവാൻ സർഗപ്രവൃത്തമായ മറ്റൊരു ലോകത്തിൽ പ്രവർത്തിക്കുകയായിരിക്കും. ഈ പ്രവർത്തനത്തിൻ്റെ ഫലമായി നിദ്ര കൊള്ളുന്ന ഭഗവാന്റെ നാഭീപത്മത്തിൽ സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് പ്രത്യക്ഷീഭവിക്കുകയും ചെയ്യുന്നു. പ്രളയകാലത്തിൽ വിഷ്ണു ഭഗവാൻ ശയിക്കുന്ന സർപ്പം 1000 ഫണമുള്ളതാണെന്നാണ് പറയുന്നത്. 1000 എന്നുള്ളതായിരിക്കുന്ന സംഖ്യ അപരിമിതത്വത്തെയാണ് കുറിക്കുന്നത്. എന്നാൽ 3.5 മടക്കായി ചുരുണ്ട് വിഷ്ണുവിന് മുകളിൽ 5 ഫണവും വരുത്തിയ അനന്തനെയാണ് മഹാക്ഷേത്രങ്ങളിലെ അനന്ത ശയനബിംബം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനൊരു സവിശേഷ അർത്ഥമുണ്ട്. ഈ ബ്രാഹ്മ ദിവസത്തിൽ, ബ്രഹ്മാവിൻ്റെ പകലിൽ, നമ്മളിപ്പോൾ ജീവിക്കുന്നത് 7ാം മന്വന്തരത്തിലാണ്. അതായത് 4ാം പ്രദക്ഷിണമായ വൈവസ്വതത്തിൽ. ചതുർത്ഥ പ്രദക്ഷിണം നമ്മൾ മുഴുമിച്ച് കഴിഞ്ഞിട്ടില്ല. 71 മഹായുഗമുള്ള ചതുർത്ഥ മഹാമന്വന്തരത്തിൽ നാം ഇപ്പോൾ ജീവിക്കുന്നത് 28ാമത്തെ മഹായുഗത്തിലാണ്. നാം പിന്നിട്ട മഹാമന്വന്തരം 3.2/5 ആയി കണക്കാക്കാം. അപ്പോൾ നാം തികച്ചും 3.5 മഹാമന്വന്തരം പിന്നിട്ടിട്ടില്ല എന്ന് വരുന്നു. അനന്തൻ്റെ ശരീരം 3.5 മടക്കായി കാണിച്ചു തരുന്നത് ഈ തത്വമാണത്രേ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ജീവിക്കുന്നത് 5ാം മനുഷ്യവർഗത്തിലാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ശ്രീ അനന്തൻ്റെ 5 ഫണങ്ങൾ.